ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ രവി, പാലക്കാട്. AC, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജിൻ്റെ ഒക്കെ PCB റിപ്പയർ ചെയ്യുന്നയാൾ. ഇന്ന് നമുക്ക് ഈ വാഷിംഗ് മെഷീൻ്റെ പ്രഷർ സ്വിച്ച് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണിത്. ഈ സാധനം കംപ്ലൈൻ്റ് ആണോ അല്ലയോ, മാറ്റിയിട്ട് നോക്കുകയല്ലാതെ വേറെ പോംവഴിയൊന്നും കാണുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം എന്താണ് ഇതിൻ്റെ ഫങ്ഷൻ, എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൽ എന്തൊക്കെ കാണിക്കണം എന്നുള്ള കാര്യങ്ങളാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. സാധാരണ LGയിലും സാംസങ്ങിലൊക്കെ വരുന്ന ഒരു കോമൺ പ്രഷർ സെൻസറാണ് ഈ ഇരിക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് ഇതിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ രണ്ട് പിന്നുകൾ തമ്മിൽ ഒരു കോയിൽ ഉണ്ടാവും. അതിനകത്ത് ആ കോയിൽ ഇതിനകത്ത് നീളത്തിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഒരു കോയിൽ. എന്നിട്ട് നമ്മളിവിടെ പ്രഷർ കൊടുക്കുന്നതനുസരിച്ച് ഇവിടുത്തെ ഒരു ഡയഫ്രത്തോട് ചേർന്ന് ആ ഡയഫ്രത്തിൻ്റെ സെൻറ്ററിൽ വരുന്ന ഒരു മാഗ്നറ്റിക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോർ, അത് ഈ കോയിലിൻ്റെ അകത്തേക്ക് കയറുന്ന ലെവലിനനുസരിച്ചാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക. അതാണ് നമുക്ക് മീഡിയം, ലോ, ഹൈ വാട്ടറിൻ്റെ ലെവൽ നമ്മൾ നിശ്ചയിക്കുന്നത്. ഇതിൽ വരുന്ന പ്രഷറിനനുസരിച്ച് ഈ കോയിലിനകത്തേക്ക് ഈ സെൻറ്ററിൽ വരുന്ന ഈ ഡയഫ്രം ഈ പ്രഷർ കൂടുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കും. അപ്പോൾ പ്രഷർ കൂടുമ്പോൾ ഈ ഡയഫ്രത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ആ കോറ്, അതായത് ഈ ട്രാൻസ്ഫോമറിൻ്റെ കോറ് ഈ കോയിലിൻ്റെ അകത്തേക്ക് എത്ര പോരം ഉള്ളിൽ കയറുന്നോ അത്രയും വോൾട്ടേജ് നമുക്ക് ഇതിനകത്ത് നിന്ന് ഔട്ട്പുട്ട് കൂടുതൽ കിട്ടും. അത് കണക്കാക്കിയിട്ടാണ് മെഷീനിൽ ഏത് ലെവലിലാണ് വെള്ളം നിൽക്കുന്നത്, വെള്ളം ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഏത് ലെവലിൽ എത്തിയാൽ ഓഫ് ആവണം എന്നുള്ള കാര്യങ്ങളെല്ലാം നിശ്ചയിക്കുന്നത്. ഈ കാണുന്ന സെൻസറിലെ ഈ പിന്നിൻ്റെ ഈ ഡയറക്ഷൻ എല്ലാവർക്കും അറിയാം. ഇതിൽ നമുക്ക് ഈ രണ്ട് പിന്നുകൾ തമ്മിലായിരിക്കും ഈ കോയിൽ കണക്ഷൻ ഉണ്ടാവുക. ഈ രണ്ട് പിന്നുകളിൽ നിന്നും ചെറിയ രണ്ട് ഡിസ്ക് കപ്പാസിറ്റർ ഈ സെൻറ്റർ പിന്നിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം നോക്കേണ്ടത് ഈ രണ്ട് കോയിലുകൾ തമ്മിലുള്ള കോയിൽ കണ്ടിന്യൂറ്റി ഉണ്ട്. ഓക്കെ, ഇതിൽ കോയിലായതുകൊണ്ട് ഇത് ലോ ഓംസേ കാണിക്കൂ. അത് ഞാൻ ഡിജിറ്റൽ മൾട്ടിമീറ്റർ നോക്കുമ്പോൾ കാണിക്കാം. അപ്പോൾ ഇത് കണ്ടിന്യൂറ്റി ഉണ്ട്. ഈ സെൻറ്റർ പിന്നിലേക്ക് ഇതുമായിട്ട് രണ്ടും കണ്ടിന്യൂറ്റി വരാനും പാടില്ല. എന്നാൽ ചെറിയൊരു കപ്പാസിറ്ററിൻ്റെ എഫക്റ്റ് വരും വേണം. സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം. നമുക്ക് വളരെ ഹൈ ഓം റെസിസ്റ്റൻസിലിട്ട് കപ്പാസിറ്റർ ചെക്ക് ചെയ്യുന്ന റേഞ്ചിലിട്ട് ചെക്ക് ചെയ്യാം. കണ്ടോ, കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് ചെറിയ ഡിസ്ക് കപ്പാസിറ്റർ ആയിട്ടിരിക്കുന്നത്. ഇതിലും അതേപോലെ തിരിച്ചും മറിച്ചും കൊടുക്കുമ്പോൾ ആ കപ്പാസിറ്ററിൻ്റെ എഫക്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് റെഡിയാണെന്ന് അർത്ഥം. ഒരു കാരണവശാലും ഇതിൽ നിന്ന് ഇതിലേക്ക് ഡയറക്റ്റ് ലീക്കായിട്ട് വരാൻ പാടില്ല. ഇങ്ങനെ കപ്പാസിറ്ററിൻ്റെ എഫക്റ്റ് കാണിച്ച് അങ്ങനെ നിൽക്കണം. ഇതിൽ നിന്ന് ഡയറക്റ്റ് ലീക്ക് ഒരു കാരണവശാലും വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ ഇത് ഫങ്ഷനൊക്കെ തെറ്റും. ഇനി ഇത് നമുക്ക് നമ്മുടെ ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ ക്ലാമീറ്ററിലൊന്ന് ചെക്ക് ചെയ്യാം. ഞാനത് ഓംസ് റേഞ്ച് സെലക്ട് ചെയ്യുന്നുണ്ട്. സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഫസ്റ്റ് പിന്നും തേർഡ് പിന്നും തമ്മിൽ കണ്ടിന്യൂ നോക്കാം. 20 ഓംസ് കാണിക്കുന്നുണ്ട്. 20.9, 20.9 അങ്ങനെയൊക്കെ കാണിക്കുന്നത്. ആവറേജ് 20 ഓംസ് കാണിക്കുന്നുണ്ട്. അത് തിരിച്ചും മറിച്ചും കാണിച്ചാലും അങ്ങനെയൊക്കെ തന്നെ വരാൻ പാടുള്ളൂ. പിന്നെ ഇതിലേക്കാണെങ്കിൽ കണ്ടിന്യൂറ്റി വരാനും പാടില്ല. ചെറിയൊരു കപ്പാസിറ്ററിൻ്റെ ഇത് മാത്രമേ വരാൻ പാടുള്ളൂ. കണ്ടു, ചെറിയൊരു കപ്പാസിറ്ററിൻ്റെ റീഡിങ് കണ്ടു. അതോടുകൂടി അവസാനിക്കുകയും ചെയ്തു. ഇത്രയും ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഓക്കെ ആണെന്ന് അർത്ഥം. ഇതിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. അതായത് ഇതിൽ വരാൻ ചാൻസ് ഉള്ള കംപ്ലൈൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കോയിൽ കട്ടാവാം കുറേ കഴിയുമ്പോൾ. അതില്ലെങ്കിൽ ഈ കോയിലിൽ നിന്ന് ഇതിനകത്ത് വെള്ളം എന്തെങ്കിലും കടന്നിട്ട് ഈ കോയിലിൽ നിന്ന് ഈ സെൻറ്റർ പിന്നിലേക്ക് ഡയറക്റ്റ് ലീക്ക് വരാം. അത് നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പോൾ ഈ കാണിച്ച റീഡിങ് അല്ലാതെ അതിന് റോങ് ആയിട്ട് ഇതിലേക്ക് കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ലീക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് കേടാണെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഈ പ്രഷർ കൂടുന്നതനുസരിച്ച് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഇടയിൽ ഒരു ഡയഫ്രം മാതിരി വരും. ആ ഡയഫ്രത്തിൽ സെൻട്രൽ പിടിപ്പിച്ചിരിക്കുന്ന ആ കോറാണ് ഈ ട്രാൻസ്ഫോമറിനകത്തേക്ക് പുറത്തേക്കും വന്നിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് നിശ്ചയിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രഷറിനനുസരിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന ആ ഡയഫ്രം ഇരുന്ന് റഫാവും, അതായത് ഹാർഡാവും. അപ്പോൾ കറക്റ്റായിട്ട് മൂവ്മെൻറ്റ് കിട്ടാത്ത ഒരു സ്റ്റേജ് വരും. അങ്ങനെയുള്ളപ്പോഴും ഇത് കംപ്ലൈൻ്റ് ആകും. അപ്പോൾ ഈ കണ്ടിന്യൂറ്റി ഇതെല്ലാം കറക്റ്റാണ്. ഇതിൽ നമ്മൾ പ്രഷർ കൊടുത്തിട്ടും വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇത് മാറ്റിയിട്ടാൽ മതി.
ഇതിനകത്ത് രണ്ടിലും വന്നിട്ട് നമ്മൾ സാധാരണഗതിയിൽ ഒന്നിൽ 0 വോൾട്ട്, അതായത് നെഗറ്റീവ്, ഒന്നിൽ 5 വോൾട്ടും കൊടുക്കുന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന ഇതാണ് നമ്മൾ സെൻസ് ചെയ്യുക. അത് ഓരോ മെഷീൻ അനുസരിച്ച് 5 വോൾട്ട് ഡയറക്റ്റായിട്ട് കൊടുത്തോളന്നില്ല. ഇതിൽ ചിലതിൽ വന്നിട്ട് അവരുടെ ICൻ്റെ ഇതിൽ നിന്ന് വരുന്ന ഒരു 2.5 ആവറേജ് 3 വോൾട്ടൊക്കെ ആയിരിക്കും ഇതിൽ കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തുനിന്ന് വരുന്ന വോൾട്ടേജ് സെൻസ് ചെയ്തിട്ടാണ് എത്ര പോരം വെള്ളം മെഷീനിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു ചുരുക്കം. ഇത്രയും ഭാഗം ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.